അതെന്തോ 24 മണിക്കൂർ അടുക്കളയില്? അപ്പൊ എനിക്ക് കല്യാണം കഴിഞ്ഞ് നല്ല ഫുഡൊക്കെ കിട്ടുമായിരിക്കില്ലയോ? എന്നെ പറ 10 മിനിറ്റ് അങ്ങോട്ട് മാറിയിരിക്കുന്നേ. മീനൊക്കെ പിന്നെ വറക്കാം, ആദ്യം എന്നെ വറക്ക്. ഞാനിവിടെ വന്നിട്ട് 2 മണിക്കൂറായി. 2 മിനിറ്റെങ്കിലും എന്നോടൊന്ന് സംസാരിക്കാം നിനക്ക്. അയ്യോ സോറി അണ്ണ. എടി അണ്ണനെ വിധവയാ, അതായത് വിഷമം കേട്ടോന്ന് വിചാരിക്കല്ലേ. വിധവ ഇതിന്റെ തന്ത. അയ്യോ തന്തയ്ക്ക് വിളിച്ചല്ല, ദണ്ടാപ്പാനി തന്താപ്പാനോ തണുത്ത വെള്ളം. എടി ഞാനെന്നാലേ പിന്നെ വിളിക്കാവേ. ശരി. അണ്ണന്റെ പ്രശ്നം എന്തുകൊണ്ടാ? അണ്ണൻ ഇത്ര കുരുവിട്ടുന്നേ കാര്യം പറയണേ. ബ്രേക്കപ്പ് ആയ ഒരുത്തന്റെ വിഷമേ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. അല്ല അവൾ അവസാനം എന്ത് പറഞ്ഞിട്ടാ പോയെ? കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള എന്റെ അച്ഛന്റെ ബിസിനസ് ഒക്കെ അക്ഷരം പോലും അറിയാത്ത ചേട്ടനെ എങ്ങനെ നോക്കി നടത്തും? എടി ഞാൻ അവിടെ സെക്യൂരിറ്റി ആയിട്ടെങ്കിലും നിന്നോളാടി. ഞാൻ എന്റെ അച്ഛന് ഒരു വാക്ക് കൊടുത്തു പോയി, അത് തെറ്റിക്കാൻ പറ്റത്തില്ല ചേട്ടാ. ഇപ്പൊ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്, എനിക്കത് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. മനഃപൂർവ്വം അല്ല ചേട്ടാ, എല്ലാ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമാ. ഞാനപ്പോ ഒഴുകി തരണോ ഇല്ലയോ? എനിക്ക് അയാളെ ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ അച്ഛൻ ഇഷ്ടപ്പെട്ട്. ഞാൻ എന്ത് ചെയ്യും? ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. അയ്യോ ഒട്ടും ഇഷ്ടമല്ലെന്ന് മനസ്സിലായി. ആ ഫോണിലെ വാൾപേപ്പർ കണ്ടപ്പോ 2 എണ്ണം കൂടെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ. അത് അച്ഛന് വേണ്ടി, നമ്മൾ തമ്മിൽ ഇനി കാണത്തില്ല. ഞാൻ പോവാ. എന്നാ ഒരു ഫ്ലെക്സ് അടിച്ച കമ്പനിയുടെ ഫ്രണ്ടിൽ കൂടെ തൂക്കിയിട്. അത് നീ പോയാ എനിക്ക് കോപ്പാടി പുല്ലേ. ഓ അല്ലണ്ണ ഫോട്ടോ ഉണ്ടോ? ഒന്ന് കാണിച്ചേ. വേണ്ട, നീ എന്തോടെ ഈ മനസ്സിൽ പലമ്പുന്നത്? അണ്ണാ അവളിപ്പോ അങ്ങനെ അണ്ണനെ തെച്ചിട്ടേ അങ്ങനെ സൂഹിക്കണ്ട. നമുക്കേ ഈ കല്യാണം മുടക്കാം. നീ മുടക്കി തരുമോ? മുടക്കി ഓടിച്ച് കൈ തരും. അവിടെ കല്യാണം മുടങ്ങിയിട്ട് തെണ്ടി തിരികെ നാട്ടിൽ നടക്കുന്നത് എനിക്ക് എന്നെ കണ്ണി കാണണോടാ. എടാ ഫോൺ കേസ് ഒക്കെ തീർന്നു കഴിയുമ്പോഴാന്ന് വിളിക്കുന്നേ. എടാ പകുതിയെങ്കിലും ആകുമ്പോ വിളിക്കണ്ടായോ? മേലെ ഇമാതിരി പരിപാടി കാണിക്കില്ല കേട്ടോ, ഞാൻ പറഞ്ഞു വിടും കേട്ടോ. അതല്ലേ ആള്? അത് തന്നെയാടാ ആള്. വാ പണിയുണ്ട്. ചേട്ടാ ഇവിടെ ഈ ബാഡ്മിന്റൺ കോർട്ട് എവിടാ? ഇല്ലാതാ. ഇത് കണ്ടോടാ ഈ പെണ്ണിനെ? ഇത് കണ്ടോ ഈ കെട്ടുന്നതിന്റെ ഒക്കെ ഒരു തല ഇത് ഇല്ലയോടാ? കഷ്ടം. ഇങ്ങനെയൊക്കെ പലവന്മാരും വന്ന് പറയും. എടാ അവനൊരു ഭാവമാറ്റം ഇല്ലടാ. അടുത്തൊരു വഴിയുണ്ട്, ബാക്കിയുള്ളവരറിഞ്ഞാലോ നാണക്കേടാണോ? എന്താ ചേട്ടാ ഇതിന്റെ ഡിസ്പ്ലേ പോയായിരുന്നു, മാറിത്താ. മാറി പാസ്വേഡിലുണ്ടോ? ചേട്ടാ മഞ്ജു 143. പിന്നെ ഇടയ്ക്ക് ആ ഗാലറി ഒന്ന് ഓപ്പൺ ആക്കണം, ഇടയ്ക്ക് ബഗ് ആയിരുന്നു, അപ്പൊ അത് വർക്ക് ആവുന്നില്ല. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിപ്പോ നിങ്ങൾ പറഞ്ഞില്ലല്ലോ, ഞാൻ നോക്കും. പെതുക്കെ എല്ലാം നോക്കി പരിശോധിച്ചിട്ടെ തന്നാ മതി. അതിനു വേണ്ടി തന്നെ അടാ തന്ന പട്ടി. ഓക്കേ ബൈ. ദൈവമേ വലിയ കാര്യമായിട്ട് കിട്ടിയാ മതിയായിരുന്നു. അവളപ്പ എന്നെ ചതിക്കുമായിരുന്നില്ലയോ? കാശ്മീരി ഹോട്ടൽ, കന്യാകുമാരി വരെയുള്ള എല്ലാ ഹോട്ടലിലെ ഫോട്ടോ ഉണ്ട്. ഹോട്ടലിലെയോ? തീർത്ഥാടനത്തിന് പോയതായിരിക്കും. എടാ ഇതിന്റെ കോപ്പി എല്ലാം നീ എടുത്തിട്ടുണ്ടോ? ഞാനോ? ഇന്ന് പോവാ മുതലാളി. എന്നാലും ഇവളെന്നെ ചതിച്ചല്ലോ. ഇവിടെ അച്ഛനെ ഒന്ന് കാണണം. കാര്യമായി നേരത്തെ അങ്ങ് എടുത്തു വെച്ചതില്ലേ, കാലെടുക്കാൻ നമുക്ക് 1 മാസത്തേക്കുള്ളതായി. എന്റെ പൊന്ന് ചേട്ടന്മാരെ, ഇന്നെങ്ങാണോ ഇതിന്റെ പണി കഴിയുമോ? മറ്റന്നാളെ ഇനി ഇനാഗ്രേഷൻ. ഞാനിത് എന്തോ എടോ തന്റെ മോള് ഭയങ്കര ഉടായിപ്പാ. ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്, അവിടെ ഹിസ്റ്ററി മൊത്തം ഉണ്ട്. നോക്ക്. തന്തയുടെ മോള് തന്നെ. എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല, എന്റെ തന്തയ്ക്കായിരുന്നു നിർബന്ധം. അങ്ങനെ ഇതൊന്ന് കാണിച്ചിട്ട് വരട്ടെ കേട്ടോ. ഓ അവളുടെ പണി തീർന്നു. ഇതിന്നെങ്ങാണം തീയഞ്ഞു പോകും. അവളെ ചതിച്ച്. ഈ കല്യാണം മുടങ്ങിയ സ്ഥിതിക്ക് എന്റെ അച്ഛനെ കൊണ്ട് എന്റെ കാമുകമായിട്ടുള്ള കല്യാണം നടത്തണം. എടി എന്റെ കല്യാണം മുടങ്ങി, ഞാൻ നമ്മുടെ കാര്യം അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛന് ഓക്കെ എന്നാ പറഞ്ഞേ. പക്ഷെ എനിക്ക് ഓക്കെ അല്ലടാ. എന്റെ അച്ഛനെ എനിക്ക് നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നീ നിന്റെ പാട് നോക്കി പോടാ. എടി എന്തുവാടി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇപ്പൊ അങ്ങനെ വെച്ചിട്ട് പോടാ. എന്തുവാടി ഭാര്യയെ? ചേട്ടാ നമ്മുടെ മോളെ കാണാനില്ല. നമ്മുടെ മോളെ കാണാനില്ലയോ? അവളിതെവിടെ പോയി? അവിടെ കല്യാണം മുടങ്ങി. മുടങ്ങിയോ? യെസ് മുടങ്ങിയടാ. ഇനി എന്താ പ്ലാന്? വേറൊരുത്തി കെട്ടിട്ടുണ്ടല്ലോ, അന്തസ്സായിട്ട് നടക്കണം. അവിടെ മുന്നിക്കൂടെ തന്നെ. അതാടാ നല്ലത്. അടാ അളിയേ, ഇന്നൊരു പെണ്ണ് കാണല്ലോണ്ടേ, ഞാൻ പോയി കണ്ടിട്ട് വരാം. പോയിട്ട് ഇതവളല്ലയോ? അവളുടെ കല്യാണമാണോ? പറഞ്ഞില്ലല്ലോ.
എങ്ങനെങ്കിലും അത് മുടക്കിയിട്ട് അവളെ എനിക്ക് സ്വന്തമാക്കണം. വന്നോ? ബാഗ് സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ടല്ലോ. ഞാനിതാ എത്തി. ചേട്ടാ, നമ്മുടെ കല്യാണം എവിടെ വെച്ചാ? അത് ദൂരെ ഒരു അമ്പലത്തിലാ. അല്ല 10ന് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? അങ്ങ് അമ്പലത്തിൽ കാണിക്കാനുള്ള. കൊണ്ടുവന്നിട്ടുണ്ട്. ദേ നോക്ക്. അത് മതി. ആഹാ, മാർക്കൊക്കെ കുറവാ. ജനനം 1979. അതെ, ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാ. അല്ല ഇത് അമ്മയുടെ വല്ല സർട്ടിഫിക്കറ്റ് ആയിരിക്കും. എന്നാ പിടിച്ചോ, നിന്റെയും കിട്ടും. അല്ല, ഇത് എന്റെ സർട്ടിഫിക്കറ്റാ. അല്ല അപ്പം മഞ്ജു സരോജിനി. അല്ല അപ്പൊ നീ മഞ്ജു അല്ലയോ? മഞ്ജു എന്റെ മോളാ. ഞങ്ങളെ കണ്ടാലേ ട്വിൻസ് ആണേ പറയത്തുള്ളൂ. പക്ഷെ ശരിക്കും ഞങ്ങളെ അമ്മയും മോളുവാ. സന്തൂർ മമ്മി. അല്ല അപ്പൊ ഈ ഫോൺ നമ്പർ മഞ്ജുവിന്റെ അല്ലയോ? ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോഴേ ഇടയ്ക്ക് അവൾ എന്റെ ഫോൺ എടുത്ത് ഉപയോഗിക്കാറുള്ളതാ. ശരിക്കും ഈ ഫോണേ എന്റെയാ. പെണ്ണിനെ വിളിക്കട്ടെ. വിളിക്കച്ചാ. എന്നാ ചേട്ടാ ചായ. രണ്ടുപേർക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് നമ്മൾ ഈ കല്യാണം ഉറപ്പിക്കുന്നു. അച്ഛൻ്റെ ഇഷ്ടം. അവളെന്നെ തേച്ച്. വാത്തിന്റെ മരുന്നോ വാങ്ങിച്ചോണ്ട് വരാന്ന്. ആ കുഴമ്പല്ലേ, മേടിക്കാം. എടാ, ഞാനും നിന്റെ അമ്മ ഒരുമിച്ച് പഠിച്ചതാടാ. അതിന് ഞാൻ എന്താ വേണം? എടാ, എന്റെ കാമുകിയുടെ കല്യാണം ഒന്ന് മുടക്കി തരൂടാ.